Elegy written in a country churchyard. എന്താണ് elegy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലാപകാവ്യം. എന്താണ് elegy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിലാപകാവ്യമാണ്. അപ്പോ എന്താണ് elegy written in a country churchyard എന്ന് പറയുന്ന പോയത്തിൽ പറയുന്നത്? ഇത് എഴുതിയത് ആരാണ് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ദിസ് ഇസ് ഡ്രീസ് ഓൺ ഹൈബ്രിഡ് ക്യാമ്പസ്. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. സോ വെൽക്കം ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് elegy written in a country churchyard എന്ന് പറയുന്ന ഈ ഒരു പോയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ്, ഒരു വിലാപകാവ്യമാണ്. ആൻഡ് എലിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വിലാപകാവ്യമാണ്, ഒരു സങ്കടം ഉള്ള ഒരു സങ്കടമാണ് അതിന്റെ ഭാവം എന്ന് പറയുന്നത്. അപ്പോ എലിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വിലാപകാവ്യമാണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? ഓക്കെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്ന പോയമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു പോയത്തിൽ എന്താണ് പറയുന്നത്? ഈ ഒരു പോയത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഒരു നമ്മുടെ പോയറ്റ് ഒരു വില്ലേജ് ചർച്ച് യാർഡിൽ ഇരുന്നിട്ട്, എന്ന് വെച്ചാൽ ഒരു വില്ലേജിലെ ശ്മശാനത്തിൽ ഇരുന്നുകൊണ്ട് എന്താ ചെയ്യണത്? വില്ലേജിന്റെ ശ്മശാനത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഒരു വൈകുന്നേര സമയത്ത് ഇങ്ങനെ ഓരോ ആളുകളെയൊക്കെ ഇങ്ങനെ നോക്കുന്നു, പ്രകൃതിയെ നോക്കുന്നു, പക്ഷികളെ നോക്കുന്നു, മൃഗങ്ങളെ നോക്കുന്നു. ഇതെല്ലാം എന്താണ്? നമ്മുടെ പോയറ്റ് ഇങ്ങനെ നോക്കുകയാണ്. എവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്? ഒരു വില്ലേജ് കൺട്രി, ഒരു ചർച്ച് യാർഡിലാണ് ഇരിക്കുന്നത്. എങ്ങനെയാണ്? ഒരു ചർച്ച് യാർഡിലാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ശ്മശാനത്തിലാണ് ഇരിക്കുന്നത്. സെമിത്തേരിയുടെ സൈഡിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്താണ്? ആ ശ്മശാനത്തിലേക്ക് നോക്കിക്കൊണ്ട് പറയാണ് പുവേഴ്സിന്റെ, എന്ന് വെച്ചാൽ പാവപ്പെട്ടവരുടെ മരണത്തെ കുറിച്ചിട്ട് പറയുന്നു. എന്ന് വെച്ചാൽ ഈ ബെറി ചെയ്തതൊക്കെ എന്താണ്? പാവപ്പെട്ട ആളുകളായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്? ഒരു വില്ലേജസ്, ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളാവാം. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഓളിനെ കാണുന്നുണ്ട്, ഒരു മൂങ്ങയെ കാണുന്നുണ്ട്, നാൽക്കാലികളെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ വില്ലേജേഴ്സിന്റെ ബെറിയൽസ് കാണുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? അദ്ദേഹം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇത് കാണുന്ന സമയത്ത് അദ്ദേഹം വിചാരിക്കുകയാണ് എന്താണ്? ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെയുള്ള ആളുകളായിരിക്കും, ഒക്കെയുള്ള ഒരു വില്ലേജേഴ്സ് ആയിരിക്കും ചിലപ്പോൾ ആ ബെറിയലിനകത്ത് കിടക്കുന്നത് എന്ന് പറയാണ്. ഇപ്പൊ അവരെന്താണ്? ഒരു ഡീപ്പ് സ്ലീപ്പിലാണ്, ഒരു ഉണരാത്ത ഒരു ഉറക്കത്തിലാണ്. ആര് വന്ന് വിളിച്ചാലും ഒരു പൂവൻ കോഴികൾക്കും കൂകി ഉണർത്താൻ കഴിയാത്ത ഒരു ഉറക്കത്തിലാണ് ആര് എന്നാണ് പറയുന്നത്? ആ വില്ലേജേഴ്സ് ഒരു പൂവൻ കോഴികൾക്കും കൂകി ഉണർത്താൻ കഴിയാത്ത ഒരു ഉറക്കത്തിലേക്ക് അവര് പോയിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ എന്താണ്? ഈ മരണം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിൽ നിന്ന് ഒരിക്കലും അവരെ ഇനി തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല എന്നതാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം പറയുന്നു എന്താണ്? ആ വില്ലേജ്, ആ ബെറിയൽസിനകത്തൊക്കെ കിടക്കുന്നത് എന്താണ്? പാവപ്പെട്ട ഈ കർഷകരായിട്ടുള്ള ആളുകളായിരിക്കും. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്? എന്തൊക്കെയോ കഴിവുകളുള്ള ആളുകളായിരിക്കാം, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ആളുകളായിരിക്കാം ഒരു പക്ഷെ ആ ബെറിയലിനകത്ത് കിടക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ എന്താണ്? അവരൊരു സിമ്പിൾ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആളുകളായിരിക്കും. ഒരിക്കലും ഒരു ലക്ഷറി അവര് കണ്ടിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ലക്ഷറി ലൈഫ് അവരെന്താണ്? കണ്ടിട്ടുണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റീസും ഇല്ലാതെ ജീവിച്ച ആളുകളായിരിക്കാം. പക്ഷെ എന്താണ്? അദ്ദേഹം പറയാണ് ചിലപ്പോ ആ ബെറിയലിനകത്ത് കിടക്കുന്നത് ഒരുപാട് പാടാൻ കഴിവുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, ഡാൻസ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ എന്താ മറ്റു പലതരത്തിലുള്ള കഴിവുകൾ, ചിത്രം വരയ്ക്കാൻ കഴിവുകളുള്ള ആളുകളായിരിക്കാം, അല്ലെ? അങ്ങനെ പലതരത്തിൽ കഴിവുകളുള്ള ആളുകളുമായിരിക്കാം ചിലപ്പോൾ ആ ബെറിയൽസിനകത്ത് കിടക്കുന്നത് എന്ന് പറയുന്നു. അതൊന്നും ചിലപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ട്, അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എന്താണ്? ആരും അറിയാതെ പോയതായിരിക്കാം എന്ന് ആര് പറയാണ്? നമ്മുടെ പോയിറ്റ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെന്താണ്? അവര് ജീവിച്ചിരുന്നപ്പോ ഒരു പക്ഷെ എന്താണ്? വലിയ ആളുകൾ ഒരു പക്ഷെ അവരെ കളിയാക്കിയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മോശം ജീവിത രീതി കൊണ്ട് ചിലപ്പോ എന്താണ്? സമൂഹത്തിലും ഉന്നതത്തിലും എന്ന് വെച്ചാൽ ലക്ഷറി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഒരു പക്ഷേ ചിലപ്പോ അവരെ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്താണ്? പക്ഷെ ഇപ്പൊ അദ്ദേഹം പറയാണ് ഈ മരണം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും ഒരുപോലെയാണ്, അല്ലെ? മരണമാണ് ജീവിതത്തിലെ ഏറ്റവും എറ്റേണൽ ആയിട്ടുള്ള കാര്യം. ബാക്കിയുള്ളതൊക്കെ ഒരു മായയാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ബാക്കിയുള്ളതെല്ലാം, നമ്മൾ ജീവിക്കുന്നതെല്ലാം എന്താണ്? ഒരു മായയാണ്.
മരണം എന്നുള്ളതാണ് എന്ത്, ഒരു എറ്റേണൽ ആയിട്ടുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് മരണമാണ് എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു ചില ആളുകൾക്ക് എന്താണ്, ഇപ്പൊ നമ്മൾ പറയും എല്ലാ ആളുകൾക്കും മരണം ഒരുപോലെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അദ്ദേഹം വീണ്ടും അത് തിരുത്തുകയാണ്, എന്താണ്, ചില ആളുകൾക്ക് മരിച്ചു കഴിഞ്ഞാലും ഈ ലക്ഷറി ആണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും ഉള്ള വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാല് ചില ആളുകളുടെ ബെറിയൽസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ, ഒരുപാട് മാർബിളൊക്കെ പതിച്ച് ഫോട്ടോ ഒക്കെ വെച്ച് കൊത്തി വെച്ചിട്ടുള്ള ജനനം ഡേറ്റും മരണത്തിന് ഡേറ്റ് ഒക്കെ കൊത്തി വെച്ചിട്ടുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അദ്ദേഹം പറയാണ് എന്ത്, മരണം എല്ലാവരുടെ മുന്നിലും സെയിം ആണ് എന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും മരണാനന്തരമുള്ള കാര്യങ്ങളും ഈ പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ള വ്യത്യാസവും കൂടെ അവരുടെ ബെറിയൽസിന് വരെ കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു ഈ മരിച്ചു കിടക്കുന്ന ഓരോ ആളുകളും എന്താണ്, ലോകം അറിയേണ്ട ആളുകളായിരിക്കാം, ഒരു പക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതലായിട്ട് ലോകത്തിൽ അറിയപ്പെടേണ്ട ആളുകളായിരിക്കാം. എന്താണ് ഇപ്പൊ അവർക്ക് എന്താണ്, ഇപ്പൊ ഇനി അവർക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഈ വേൾഡിൽ എന്ത് തന്നെ സംഭവിച്ചാലും അവർക്ക് എന്താണ്, അതൊന്നും ഒരു വിഷയമല്ല, അവരതൊന്നും അറിയുന്നില്ല. അവരുടെ എന്താ പറയാ ഏറ്റവും അടുത്ത ആളുകൾക്ക് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവരറിയുന്നില്ല. അതൊന്നും അറിയാത്ത, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത, ഒരു എന്താ പറയുന്നത് മാനസിക പീഡനങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഉറക്കത്തിലാണ് അവര്, ഒരു ഡീപ്പ് സ്ലീപ്പിലാണ് അവര് എന്നതാണ് ആര് പറയുന്നത്, നമ്മുടെ പോയിറ്റ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ എലിജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിന്റെ ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പോയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ടെക്സ്റ്റ് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം. ടെക്സ്റ്റ് വായിച്ചു നോക്കുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ താങ്ക് യു.